ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ എൻവൈബയുടെ സ്ട്രോക്ക് ക്രീമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പിങ്ക് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗോൾഡാണ് പിങ്ക് പരീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിങ്ക് വാങ്ങിച്ചിട്ട് ഞാൻ അതിൽ പെട്ടു. പിന്നെ ഞാൻ ഗോൾഡാണ് വാങ്ങിച്ചത്, ഗോൾഡാണ് എനിക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു. അതായത് എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെ പലരും കമൻറ്റ് ചെയ്ത് ഞാൻ ചേച്ചി ഇതിട്ട് കണ്ടില്ലല്ലോ, അതായത് നമ്മുടെ പിങ്ക് ഇട്ട് കണ്ടില്ലല്ലോ എന്നുള്ള തരത്തിൽ. അപ്പോൾ കുറേ പേര് ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ എൻ്റെ ഉണ്ടായിരുന്ന പിങ്കും അതുപോലെ ഇപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ എൻ്റെ ഈ ഗോൾഡ്. അപ്പോൾ അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ഓരോ സൈഡിലായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാവും. നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഈ സൈഡിൽ ഞാൻ നമ്മുടെ ഗോൾഡ് ഇടുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലാണ് പിങ്കും ഒക്കെ. ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പിങ്ക് ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞോ എന്തോ, കഴിയല്ല, കട്ട പിടിച്ചോ എന്തോ. കട്ടയൊന്നും പിടിക്കില്ല കണ്ടോ. അപ്പോൾ പിങ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിങ്ക് കുറച്ച് അപ്ലൈ ചെയ്താൽ ആ പിങ്ക് ഭയങ്കരമായിട്ട് കാണും കേട്ടോ. അതാണ് വേറൊരു കാര്യം. ഗോൾഡ് പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പോൾ നല്ല ചൂടൊക്കെയല്ലേ, നമുക്കിങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ടൊന്നും ഫംഗ്ഷന് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആഫ്റ്റർ സ്കിൻ കെയർ നമുക്ക് ഈ ഒരു സംഭവം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി ലുക്ക് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ട് തരുന്നത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സംഭവത്തിന് 179 രൂപയാണ് പർപ്പിളുള്ളത്. കണ്ടോ നോക്കിയേ, ഒരു ഇന്നർ ഗ്ലോ കിട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക്. കുറച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് സെറ്റാവേ. ഇനി നമ്മുടെ പിങ്ക് കണ്ടോ, പിങ്ക് കണ്ടോ, ഒരു പിങ്ക് കളറും അതുപോലെ ഒരു വൈറ്റ് കാസ്റ്റ് പോലത്തെ ഒരു കളറും നമുക്ക്, അതായത് ഈ സ്കിന്നുള്ളവർക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ നോക്കിയാൽ ഒരു ഇന്നർ ഗ്ലോ കിട്ടുന്ന ഒരു ഫീലിൽ നല്ല രസമില്ലേ കാണാനായിട്ട്. എനിക്കത് ഇഷ്ടമായി കേട്ടോ. എൻ്റെ ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കുള്ള അറിയില്ല. കണ്ണാടിലൊക്കെ നിൽക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു നമുക്കൊരു നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി, നാച്ചുറൽ ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡ് തന്നെയാണ്. ഇപ്പോൾ നല്ല ഫെയർ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പിങ്ക് ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. എനിക്കെന്തോ പിങ്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഞാനങ്ങനെ നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോഴും കണ്ടാൽ അറിയില്ലേ, ഇവിടെ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ നിൽക്കും. അപ്പോൾ എൻ്റെ ഈ വൈറ്റ് കാസ്റ്റ് നിൽക്കണതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ഈ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അത് നല്ലപോലെ അങ്ങോട്ട് വിസിബിളായിട്ട് തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല, ഭയങ്കര ഇന്നർ ഒരു ഗ്ലോ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലാണ്. എൻ്റെ കളറിന് ഒരു യോജിച്ച ഒരു കളറായിട്ട് എനിക്ക് ഫീലായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചോളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഈ ചൂട്ടത്ത് ഒഴിവാക്കാതെ നമുക്ക് ഫംഗ്ഷന് പോകാനാണെങ്കിൽ ആഫ്റ്റർ സ്കിൻ കെയർ ഈ സംഭവം മാത്രം യൂസ് ചെയ്ത് ഒരു ലിപ്സ്റ്റിക്ക് ഒരു കണ്ടെഴുതി പൊട്ടുന്നിട്ട് പോയാൽ മതി. അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയാവുന്ന കാര്യം, ഞാൻ ബ്ലാക്ക് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ രീതിയിൽ ഒരുങ്ങാൻ എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.